വടക്കേ മലബാറിൽ ആദ്യമായി ഋഗ്വേദ ലക്ഷാർച്ചന നടക്കുന്ന പള്ളിക്കുന്ന് കാനത്തൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഋഗ്വേദ ലക്ഷാർച്ചന തുടങ്ങിയത്. ക്ഷേത്രം തന്ത്രി കാട്ടുമാടം ഇളയിടത്ത് ഈശാനൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ 12ഓളം ബ്രാഹ്മണ ശ്രേഷ്ഠരാണ് ഋഗ്വേദ ലക്ഷാർച്ചന നടത്തുന്നത്. ഋഗ്വേദത്തിലെ 10,524 സൂക്തങ്ങൾ പുഷ്പാഞ്ജലിയോടുകൂടി ആവർത്തിച്ച് ഋഗ്വേദ ലക്ഷാർച്ചനയിൽ ഉരുവിടും. ചതുർവേദങ്ങളിൽ ആദ്യത്തേതാണ് ഋഗ്വേദം. വസു, രുദ്ര, ആദിത്യ, അശ്വിനി ദേവതമാരെ സ്തുതിക്കുന്നതാണ് വൈദിക സൂക്തങ്ങളുടെ ഒരു ശേഖരമായ ഋഗ്വേദം. തിങ്കളാഴ്ച ധർമ്മസ്ഥല മഞ്ജുനാഥേശ്വര ക്ഷേത്രത്തിലെ ബ്രഹ്മശ്രീ ആലമ്പാടി പത്മനാഭ പട്ടേരി നേതൃത്വം നൽകി. ചൊവ്വാഴ്ച തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം തന്ത്രി ഇരുവേശി പുടയൂർ ജയരാമൻ നമ്പൂതിരിയും ബുധനാഴ്ച ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ ശ്രീധരൻ വാരിക്കാടും നേതൃത്വം നൽകി. വ്യാഴാഴ്ച കുണ്ടകുഴി മഹാലിംഗേശ്വര ക്ഷേത്രത്തിലെ ഇരവിൽ വാസുദേവൻ വാഴുന്നവരാണ് നേതൃത്വം നൽകുന്നത്. വെള്ളിയാഴ്ച വൈകുന്നേരം എടനീർ മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ഭാരതി സ്വാമികൾ ഋഗ്വേദ ലക്ഷാർച്ചനയിൽ പങ്കെടുക്കും. വ്യാഴാഴ്ച കാനത്തൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വിശേഷ ദിവസമാണ്. രാവിലെ മുതൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. രാവിലെയും ഉച്ചയ്ക്കും പ്രസാദ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. ഋഗ്വേദ ലക്ഷാർച്ചനയ്ക്ക് പറക്കണക്കിന് പൂക്കളാണ് ദിവസവും ഉപയോഗിക്കുന്നത്. ചെക്കിപ്പൂക്കളും തുളസിയുമാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഇവ ഒരുക്കിയെടുക്കുന്നത് മാതൃസമിതിയുടെ നേതൃത്വത്തിലാണ്. ഓരോ ദിവസത്തേക്ക് വേണ്ട പൂക്കളും അതാത് ദിവസം തന്നെ തയ്യാറാക്കുന്നു. ഋഗ്വേദ ലക്ഷാർച്ചന നാളുകളിൽ ഭക്തജനങ്ങൾക്ക് വിവിധ നേർച്ചകളും വഴിപാടുകളും സമർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വിവിധ ആധ്യാത്മിക പരിപാടികളും ദിവസേന നടന്നുവരുന്നു. വ്യാഴാഴ്ച ശ്രീശങ്കരം തിരുവാതിര സംഘം അവതരിപ്പിച്ച തിരുവാതിരക്കളി അരങ്ങേറി. തുടർന്ന് കുന്നാവ് ജലദുർഗാ ക്ഷേത്രത്തിൻ്റെ ഭജനസംഘം അവതരിപ്പിച്ച ഭജനയും നടന്നു. ഋഗ്വേദ ലക്ഷാർച്ചന 26-ന് തിങ്കളാഴ്ച മഹാബ്രഹ്മകലശത്തോടുകൂടി സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയൂ.
എന്താ എങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്ക്സും ഇന്റീരിയർ വർക്ക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ നിന്ന് എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലാർ കിച്ചണും ഇന്റീരിയർ വർക്ക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ